തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന് അവധി അപേക്ഷിക്കാൻ അനുമതി നൽകിയ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പാണ് ശരിക്കും ഇന്നലെ ഒരു സുഗതന് നൽകിയ മറുപടിയിലൂടെ അവധി അപേക്ഷിക്കാവുന്നത് പാസ്സാക്കുകയാണെങ്കിൽ സുഗതൻ്റെ അംഗത്വം അല്ലെങ്കിൽ അത് സുരക്ഷിതമായിരിക്കുമെന്നുള്ളൊരു ആഭ്യന്തര വകുപ്പിൻ്റെ കത്തൊക്കെ വലിയ തോതിൽ വിവാദമായിരുന്നു. പക്ഷേ ഇതിന് പിന്നിലോട്ട് പോകുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് സ്വമേധയല്ല അത്തരമൊരു മറുപടി നൽകുന്നത്. ഇത്തരമൊരു അപേക്ഷ ആദ്യഘട്ടത്തിൽ ആർ സുഗതൻ നൽകുന്നത് ജയിൽ സൂപ്രണ്ടാണ്. ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്തിക്കുന്നു. കാരണം പരോൾ ഈ വ്യക്തി എസ്കോർട്ട് പരോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ സ്ഥിരമായി പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ അംഗത്വം കോർപ്പറേഷൻ കൗൺസിൽ അംഗത്വം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിലേക്ക് ഈ കത്ത് വരുന്നത്. ആഭ്യന്തര വകുപ്പ് ഇത് പരിശോധിക്കുമ്പോൾ ഇത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അംഗത്വവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ വകുപ്പിനോട് അഭിപ്രായം തേടുന്നു. അങ്ങനെ തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് ഒരു കത്ത് നൽകുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഈ കൗൺസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ തടവിലുള്ള തടവ് പുള്ളിക്ക് അവധി അല്ലെങ്കിൽ പരോൾ നൽകേണ്ട കാര്യം എസ്കോർട്ട് പരോൾ നൽകേണ്ട കാര്യമില്ല. പകരം ഈ സുഗതന നാളിന് കൗൺസിലിലേക്ക് അപേക്ഷ നൽകുകയും അപേക്ഷ അത് പാസ്സാക്കുകയാണെങ്കിൽ അയാളുടെ അംഗത്വം കൗൺസിൽ അംഗത്വം സുരക്ഷിതമായിരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിൽ നൽകുന്നത്. അത് നൽകുന്നത് ജൂലൈ 18-നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 20-ന് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി സുഗതന് മറുപടി നൽകുന്നത്. താങ്കൾക്ക് പരോൾ നൽകുന്നില്ല, പക്ഷേ താങ്കൾക്ക് അവധിക്ക് അപേക്ഷിക്കാം. ആ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ അംഗത്വം സുരക്ഷിതമായിരിക്കും എന്നുള്ള വളരെ വിവാദമായ മേയർ വി രാജേഷൊക്കെ ഉയർത്തി കാണിച്ച ഉത്തരവിലേക്ക് എത്തിയത് തദ്ദേശ വകുപ്പിൽ എന്ന് പറഞ്ഞാൽ തദ്ദേശ വകുപ്പിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് ശരിക്കും അത്തരമൊരു ഉത്തരവിലേക്കും അല്ലെങ്കിൽ അത്തരമൊരു കത്തിലേക്കും മറുപടിയിലേക്കൊക്കെ പോവുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത് വലിയ വിവാദമായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഒരുപക്ഷെ ആ അർത്ഥത്തിൽ CPM ഇതിനെതിരെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇന്ന് CPM-ലെ മുതിർന്ന നേതാവിന് വി ശിവൻകുട്ടി തന്നെ ഇതിന് പിന്നിൽ കോൺഗ്രസും ലീഗും ചേർന്നുള്ള RS-ഉമായുള്ള ഡീലിൻ്റെ ഭാഗമാണെന്നുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു കാര്യം വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തദ്ദേശ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും നടന്ന ഈ നീക്കങ്ങൾ അത് സർക്കാർ അറിയാതെ മന്ത്രിമാർ അറിയാതെ നടക്കില്ല. ആ രീതിയിൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇത്തരത്തിൽ മന്ത്രിമാരോടോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുമാരോ കറസ്പോണ്ട് ചെയ്യാതെ അവർ ചെയ്യില്ല എന്നൊരു ആരോപണം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഇത് സർക്കാർ ഇക്കാര്യത്തിൽ തലവേദനയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആഭ്യന്തര വകുപ്പ് എന്തായാലും പരിശോധനയ്ക്ക് തീരുമാനിച്ചിട്ട് അദ്ദേഹം അത് അറിഞ്ഞില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ വിവരങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം, പ്രത്യേകിച്ച് ആർ സുഗതനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവധി, അദ്ദേഹത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായിരിക്കെ ഇത്തരം ഒരു അപേക്ഷ രണ്ട് വകുപ്പുകളിൽ സർക്കാരിൻ്റെ കീഴിലുള്ള രണ്ട് വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും തദ്ദേശ വകുപ്പിലും വരുമ്പോൾ അതിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മന്ത്രിതലത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഡിസ്കഷൻ ഉണ്ടായില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവർ ഉന്നയിക്കുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതല്ല അത് ഉദ്യോഗസ്ഥർ അവരുടെ അശ്രദ്ധ കൊണ്ട് വളരെ പെട്ടെന്ന് നൽകിയ ഉത്തരവാണോ എന്ന കാര്യം എന്തായാലും പരിശോധിക്കേണ്ടത് സംബന്ധിച്ചുള്ള വ്യക്തത സ്വാഭാവികമായിട്ടും രണ്ട് മന്ത്രിമാരും നൽകേണ്ടി വരും. സർക്കാരിനോട് കൃത്യമായും ഈ കാര്യത്തിൽ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ BJP സംബന്ധിച്ചോളം BJP ഇതിൽ അവധി അപേക്ഷ സുഗതൻ്റെ വരുമ്പോൾ അതിനെ എങ്ങനെ മുനിസിപ്പൽ നിയമത്തിലെ 91K പ്രകാരമാണ് അവധി അപേക്ഷ അംഗീകരിക്കുക. അപ്പോൾ പോലും കോർപ്പറേഷനിൽ പ്രതിപക്ഷമായിരുന്ന LDF UDF-ഉം CPM-ഉം കോൺഗ്രസും കൃത്യമായി പറഞ്ഞിരുന്നത് ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളിക്ക് എങ്ങനെ അവധി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ ചോദ്യത്തിന് മറുപടി ശരിക്കും BJPക്ക് സംബന്ധിച്ചോളം ഈ രണ്ട് ഉത്തരവുകളും നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ആഭ്യന്തര വകുപ്പ് തടവ് പുള്ളി എന്ന അർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു അവധി അപേക്ഷ നൽകാൻ. മാത്രമല്ല തദ്ദേശ വകുപ്പിൽ നിന്നുള്ള വിവരം ഒരു കൃത്യമായ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ അവധി അപേക്ഷ പാസ്സാക്കുകയാണെങ്കിൽ സുഗതൻ്റെ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്ന്. തദ്ദേശ വകുപ്പാണ് ശരിക്കും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളുടെയും ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതോറിറ്റി. ആ അതോറിറ്റി തന്നെ സർക്കാരിൻ്റെ ഒരു വകുപ്പ് തന്നെ അത്തരമൊരു അവധി അപേക്ഷ പാസ്സാക്കുന്നതിനോ പ്രശ്നമില്ല, സമർപ്പിക്കുന്നതിന് പ്രശ്നമില്ല. അത് അംഗീകരിച്ചാൽ അയാളുടെ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നടപടിക്ക് സുഗതൻ്റെ അംഗത്വം സംരക്ഷിക്കുവാനുള്ള BJP നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ആ ഒരു തീരുമാനത്തിന്, ആ നീക്കത്തിന് നിയമപരമായൊരു പിൻബലം രണ്ട് വകുപ്പിൽ നിന്ന് കിട്ടിയെന്നുള്ളൊരു ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലൊരു അപേക്ഷകൾ വരുന്ന ഒരു സാധാരണഗതിയിൽ ഒരു സ്വാഭാവിക നടപടിക്രമമായി മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇത്രയും വിവാദമായ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു BJP കൗൺസിലർക്ക് അനുകൂലമായ
തീരുമാനം വന്നതിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും മാത്രമല്ല മുസ്ലിം ലീഗിനും UDF-നും മൊത്തത്തിൽ തന്നെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന കാര്യം രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രാഷ്ട്രീയ ചർച്ചയായി കാര്യം തിരുവനന്തപുരത്ത് നടന്ന സുഗതന് അനുകൂലിച്ച് വന്ന 2 സർക്കാർ നടപടികൾ, 2 സർക്കാരിൻ്റെ കത്തുകൾ വലിയ വിവാദമായും ചർച്ചയായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല.